ഒക്ടോബർ 2019 നോക്കാം നമുക്ക്. ഇവിടെ വരുന്നത് എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് പി ആൻഡ് ക്യൂ. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള മോഡലാണ്, പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്, വാല്യൂ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാല്യൂ മാത്രം ഇവിടെ വ്യത്യാസമുണ്ട്. പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻറ്റിൻ്റെ മാക്സിമം വാല്യൂ 42 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് പിയും ക്യൂവാണ്. അവരുടെ റിസൾട്ടൻറ്റിൻ്റെ മാക്സിമം വാല്യൂ 42 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് പി പ്ലസ് ക്യൂ എന്നത് 42 എന്ന് എഴുതാം എന്നാണ് അർത്ഥം. ഇതൊക്കെ എന്താ കാരണം എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനി അത് പറയണില്ല കേട്ടോ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ, അതിൻ്റെ മിനിമം വാല്യൂ, റിസൾട്ടൻറ്റിൻ്റെ മിനിമം വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അത് 10 ന്യൂട്ടൺ ആണ്. പി മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷനെയും തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 എന്താ വരിക? പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 42 പ്ലസ് പി മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 10. പി പ്ലസ് പി എന്ന് പറഞ്ഞാൽ 2p ആണ് വരിക. ക്യൂ മൈനസ് ക്യൂ 0 ആയിട്ട് പോവും. 42 പ്ലസ് 10 52 എന്ന് വരും. അതായത് പിയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 52 ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും. 52 ഡിവൈഡഡ് ബൈ 2 26 ആണ് നമുക്ക് വരുന്നത്. 26 ന്യൂട്ടൺ. പിയുടെ വാല്യൂ കിട്ടി 26 ന്യൂട്ടൺ ആണെന്ന്. ഇനി നമ്മൾ ഈ വാല്യൂവിനെ എവിടെ കൊണ്ടിടും? ഈ വാല്യൂവിനെ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിലോ രണ്ടാമത്തെ ഇക്വേഷനിലോ കൊണ്ടിടുക. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഇക്വേഷനിലോ കൊണ്ടിടുക. ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിലാണ് ഞാൻ കൊണ്ടിടുന്നത്. ഇനി ഇക്വേഷൻ നമ്പർ 1, പിൻ്റെ വാല്യൂ 26 ആണ്. 26 പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 42. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു 42 മൈനസ് 26. 42 അവിടെ ഇരിക്കുന്നുണ്ട്, 26 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 42 മൈനസ് 26 എന്ന് കിട്ടും. അതായത് ക്യൂയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് 16 ന്യൂട്ടൺ എന്നാണ്. 16 ന്യൂട്ടൺ. ക്യൂവിൻ്റെ വാല്യൂ 16 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? പിയുടെ വാല്യൂ കിട്ടി, അതുപോലെ ക്യൂവിൻ്റെ വാല്യൂവും കിട്ടി. ഓക്കെ ആണോ? ഇനി ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ചെറുതായിട്ടൊരു മാറ്റം വരുത്തുകയാണ്. അങ്ങനെയും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ മാറ്റം വരുത്തുന്നത്. ഈ രണ്ട് ഫോഴ്സുകൾ നമ്മൾ കണ്ടു. എന്നിട്ട് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ഇറ്റ്സ് റിസൾട്ടൻറ്റ്? വാട്ട് ഈസ് ദെയർ റിസൾട്ടൻറ്റ്? എന്താണ് അവരുടെ റിസൾട്ടൻറ്റ്? ദെയർ റിസൾട്ടൻറ്റ് എപ്പോഴാണ്? വെൻ ദേ ആക്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. When they act at an angle 90 degree. 90 ഡിഗ്രി ആംഗിളിൽ അവർ ആക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ റിസൾട്ടൻ്റ് എന്തായിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുക നോക്കാം. ഇവർ രണ്ടാളും 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ രണ്ടാളും 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാ നോക്കാം നമുക്ക്. നമ്മുടെ പി എന്ന് പറയുന്ന വാല്യൂ ഇതാണ്. ഇതാണ് പി. ഇനി നമുക്ക് ക്യൂ നോക്കാം. ക്യൂ അതിന് 90 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് പി, ഇതാണ് ക്യൂ. ഇനി അവരുടെ റിസൾട്ടൻ്റ് ആണ് ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് അത് പിയിൽ നിന്ന് ക്യൂവിലേക്കാണ് വരയ്ക്കുക, അല്ലേ? റിസൾട്ടൻ്റ് അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. അപ്പോഴേ നമുക്കതിനെ റിസൾട്ടൻ്റ് എന്ന് വിളിക്കാൻ പാടുള്ളൂ. ഈ റിസൾട്ടൻ്റ് ആണ് ക്വസ്റ്റ്യനിലുള്ളത്. പിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 26 ആണ്, 26 ന്യൂട്ടൺ ആണ്. ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, അത് 16 ന്യൂട്ടൺ ആണ്. ഇനി റിസൾട്ടൻ്റ് കാണാലോ. ഇനി ക്വസ്റ്റ്യനിൽ റിസൾട്ടൻ്റ് ആണ് ചോദിച്ചത്. റിസൾട്ടൻ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു, രണ്ടാളും 90 ഡിഗ്രിയിലാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. രണ്ടാളും 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ വാല്യൂ കണ്ടെത്തൽ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് അവരുടെ വാല്യൂ കണ്ടെത്തുക? പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. പൈതഗോറസ് തിയറത്തിൽ എന്താ പറയുന്നത്? താഴെയുള്ള ബേസിൻ്റെ സ്ക്വയർ എടുക്കുക, 26ൻ്റെ സ്ക്വയർ പ്ലസ്
വെർട്ടിക്കലിൻ്റെ സ്ക്വയർ എടുക്കുക, ഓപ്പോസിറ്റ് സൈഡിൻ്റെ സ്ക്വയർ എടുക്കുക. എന്താ വരിക? 16ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ആറിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഓക്കെ ആണോ? ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയും വരും എന്നുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ അത്രയും ചോദിച്ചിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഫോഴ്സസ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി ആ ഫോഴ്സുകൾ കണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ റിസൾട്ടൻ്റ് അവർ രണ്ടാളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ റിസൾട്ടൻ്റ് കാണാൻ ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ചെയ്യണോ? ഇനി ഇത് ചെയ്യണ്ട, നമ്മൾ 2 പ്രാവശ്യം അത് ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്, അല്ലെ സിമിലർ ക്വസ്റ്റ്യൻ ആണ്, ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കപ്പിൾ ആക്ടിംഗ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ വെൻ ഡെവലപ്പിംഗ് എ പവർ 9240 വാട്ട്. 9240 വാട്ട്. ഇവിടെ പവർ തന്നിട്ടുണ്ട്. അറ്റ് എ സ്പീഡ് 300 റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ഈ മോഡൽ നമ്മൾ ചെയ്തതാണ്. ഈ വാല്യൂ വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വാല്യൂ വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. എളുപ്പമാണ്, ചെയ്തു നോക്കാം. കപ്പിളാണ് കാണാനുള്ളത്, മൊമെന്റ് ഓഫ് ദി കപ്പിളാണ് കാണാനുള്ളത്, സി ആണ് കാണാനുള്ളത്. പവർ തന്നിട്ടുണ്ട്, പവറിൻ്റെ വാല്യൂ 9420 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ തന്നിട്ടുള്ളത് സ്പീഡാണ്. സ്പീഡ് പറഞ്ഞിട്ടുള്ളത് 300 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. റെവല്യൂഷൻസ് പെർ മിനിറ്റ്, അതായത് RPM-ലാണ് സ്പീഡ് തന്നിട്ടുള്ളത്. RPM-ൽ സ്പീഡാണെങ്കിൽ നമ്മൾ അതിനെ N എന്ന് എഴുതാറില്ല. N എന്ന് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനെ RPS-ലേക്ക് മാറ്റണം. RPM-നെ RPS-ലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? N-ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് 5 ആണ് കിട്ടുക. 5 RPS റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. എന്നും കിട്ടി. ഇനി പിയുടെ ഇക്വേഷൻ എന്താണ്? പവറിൻ്റെ ഇക്വേഷൻ കുറേ തവണ നമ്മൾ കണ്ടതാണ്. 2πNC ആണ്. ഇവിടെ നിന്ന് C ആണ് കാണാനുള്ളത്, മൊമെന്റ് ഓഫ് ദി കപ്പിളാണ് കാണാനുള്ളത്. പിയുടെ അടുത്തേക്ക് ബാക്കിയുള്ളവരെ കൊണ്ടുപോവുക. എന്താ വരിക? താഴെ 2πN എന്ന് വരും. പിയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, 9420 ആണ്. ഡിവൈഡഡ് ബൈ താഴെ 2πN ആണ്. 2π ഇൻറ്റു N എന്ന് പറയുന്നത് 5 ആണ്. ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 299 ആണ്. 299.8 299.8 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇതാണ് കപ്പിളിൻ്റെ വാല്യൂ, മൊമെന്റ് ഓഫ് കപ്പിളിൻ്റെ വാല്യൂ. നമ്മൾ ഇങ്ങോട്ട് ഒന്ന് എടുത്തെഴുതുകയാണ്. മൊമെന്റ് ഓഫ് കപ്പിൾ C is equal to 299.8 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ ആണ്. 6th ക്വസ്റ്റ്യനിൽ C. ദ ബോബ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ് ഈസ് പുൾഡ് അസൈഡ് ബൈ എ ഹൊറിസോണ്ടൽ ഫോഴ്സ് so that the string makes an angle 30 degree with the horizontal. If mass of the bob is 50 gram, find the horizontal force applied. ഫോഴ്സ് അപ്ലൈ ചെയ്തത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതൊരു റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒരൊറ്റ തവണ മാത്രമേ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്ക്. നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആദ്യത്തെ പൊസിഷൻ ഒന്ന് ഞാൻ വരച്ചു വെക്കുകയാണ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ പഴയ പൊസിഷൻ ഒന്ന് വരച്ചു വെക്കുകയാണ്. സിമ്പിൾ പെൻഡുലം അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഇത് എങ്ങനെയല്ല ഉണ്ടാവുക? സിമ്പിൾ പെൻഡുലം ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക? ഇനി ആ സിമ്പിൾ പെൻഡുലത്തിനെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒന്ന് വലിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ അതിനെ വലിച്ചു. ഇതാണ് അതിൻ്റെ ഇപ്പോഴുള്ള പൊസിഷൻ. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ ഇതാണ്. ഓക്കെ ആണോ? ഇനി നമ്മളിവിടെ കൊടുത്തതൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇങ്ങനെ. ഈ ഫോഴ്സ് എത്രയാ എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് കാണാനുള്ളത്. പിന്നെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറഞ്ഞിട്ട് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, ബോബിൻ്റെ മാസും തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഐഡിയ. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ,
ഞാൻ ഈ സിമ്പിൾ പെൻഡത്തിൻ്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇവിടേക്ക് സിമ്പിൾ പെൻഡത്തിൻ്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ബോബിൻ്റെ മാസ് അല്ലെങ്കിൽ ബോബിൻ്റെ വെയിറ്റ് അതെങ്ങടാ ഉണ്ടാവുക? അത് എപ്പോഴും നേരെ താഴത്തേക്കാണ് ഉണ്ടാവുക. ബോബിൻ്റെ വെയിറ്റ് എപ്പോഴും നേരെ താഴേക്കാണ് ഉണ്ടാവുക. അതിനെ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോബിൻ്റെ വെയിറ്റാണ് mg. ബോബിൻ്റെ വെയിറ്റാണ് mg ആണ് ബോബിൻ്റെ വെയിറ്റ്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ. ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും ആംഗിൾ തീറ്റ തന്നെ ആയിരിക്കും. ഇതും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് എന്നറിയോ? ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. ആ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയുള്ള ആംഗിളും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് തീറ്റയാണ് കേട്ടോ, തീറ്റയാണിത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാലോ. mg എന്ന് പറയുന്നതിനെ നമുക്ക് ഒന്ന് റിസോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതാ ഇതൊരു ലൈനാണ്. ഇനി മറ്റൊരു ലൈന് നമുക്ക് ഇവിടെ നിന്ന് വരക്കാൻ പറ്റും. മറ്റൊരു ലൈൻ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് കിട്ടുക. ഇത് തീറ്റയാണ്. തീറ്റയുടെ അടുത്ത് നിൽക്കുന്ന ലൈനെ അല്ലെങ്കിൽ തീറ്റയുടെ അടുത്ത് നിൽക്കുന്ന സൈഡിനെ നമ്മൾ എന്താ വിളിക്കല്? അത് mg cos തീറ്റയാണ്. തീറ്റയുടെ അടുത്താണെങ്കിൽ mg cos തീറ്റ. തീറ്റയുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, തീറ്റയുടെ അകലെയാണെങ്കിൽ നമ്മൾ അതിനെ mg sin തീറ്റ എന്ന് വിളിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ റിസോൾവ് ചെയ്യല്? mg cos തീറ്റയും mg sin തീറ്റയും. ഇവിടെ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട്. അതെന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് mg sin തീറ്റക്ക് ഈക്വൽ ആണ് അല്ലേ? ഫോഴ്സ് mg sin തീറ്റക്ക് ഈക്വൽ ആണ്. അപ്പം അതുകൊണ്ട് അതാണ് നമ്മുടെ ഐഡിയ. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളിവിടെ നമുക്ക് ആവശ്യമുള്ളതിനെ കണ്ടെത്താൻ പോകുന്നത്, ഹൊറിസോണ്ടൽ ഫോഴ്സിനെ കണ്ടെത്താൻ പോകുന്നത്. അതായത് F = mg sin തീറ്റ എന്നാണ് കിട്ടുക. mg sin തീറ്റ. ഇതിൽ മാസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മാസ് എന്താണ്? മാസ് 50 ഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഗ്രാമിൽ നമ്മൾ കണക്ക് ചെയ്യാറില്ല, നമ്മൾ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ 1000 ഡിവൈഡ് ചെയ്താലും മതി. എന്താ വരിക? 0.5 കിലോഗ്രാം എന്ന് വരും. അതാണ് നമ്മുടെ മാസ്. 0.5 കിലോഗ്രാം ആണ് മാസ്. 0.5 കിലോഗ്രാം അല്ല, 0.05 ആണ് വരിക. 10⁻³ അല്ലേ? അപ്പോൾ 0.05 ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. .05 കിലോഗ്രാം അതാണ് മാസ് വരിക. ഓക്കെ ആണോ? അപ്പോൾ മാസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? 0.05 ഇൻറ്റു ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. 9.8 ആണ് അതിൻ്റെ വാല്യൂ. ഇൻറ്റു സൈൻ 30. ചെയ്ത് നോക്കാം നമുക്കത്. 0.05 ഇൻറ്റു 9.8 ഇൻറ്റു സൈൻ 30. സൈൻ 30 എന്ന് പറയുന്നത് എന്താ? സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ് അതിൻ്റെ വാല്യൂ വരിക. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടും. 0.245 ന്യൂട്ടൺ എന്നാണ് ഫോഴ്സിൻ്റെ വാല്യൂ വരുന്നത്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ്. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഏപ്രിൽ 2020 കോഡ് എ ആണ്. കോഡ് എ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? മാക്സിമം വാല്യൂ ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് പി ആൻഡ് ക്യൂ ഈസ് 31 ന്യൂട്ടൺ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഈ മൊഡ്യൂളിൽ നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് ദ മാർക്സ് 30 സെൻറ്റിമീറ്റർ, 45 സെൻറ്റിമീറ്റർ ആൻഡ് 80 സെൻറ്റിമീറ്റർ ഓഫ് എ മീറ്റർ സ്കെയിൽ, മാസ് 0.5 കിലോഗ്രാം. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്യേണ്ട. ഫൈൻഡ് ദ കപ്പിൾ ആക്ടിംഗ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ വെൻ ഡെവലപ്പിംഗ് എ പവർ 6280 അല്ലേ? ഈ പവർ 6280 വാട്ട് പവർ ഉള്ള ഒന്നിൻ്റെ കപ്പിള്, മൊമെന്റ് ഓഫ് ദി കപ്പിൾ കണ്ടുപിടിക്കാനാണ്. നമ്മൾ കണ്ടതല്ലേ? ഇതും നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. അതായത് ഏപ്രിൽ 2020 കോഡ് എ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മുൻകാല ചോദ്യപേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കോഡ് ബി നോക്കാം നമുക്ക്. ഏപ്രിൽ 2020 കോഡ് ബി ആണ് നമ്മൾ ഇനി നോക്കുന്നത്. കോഡ് ബിയിൽ പറയുന്നത് എന്താ? ലെറ്റ് എ ഫോഴ്സ് 12 ന്യൂട്ടൺ ആക്ട്സ് ഓൺ ആൻ ഒബ്ജക്റ്റ് അലോങ് ദ എക്സ് ഡയറക്ഷൻ. അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഒരു ഫോഴ്സ് 12 ന്യൂട്ടൺ ആണ് ഫോഴ്സ്, അത് എക്സ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അനദർ ഫോഴ്സ് 20 ന്യൂട്ടൺ മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ ഫസ്റ്റ് ഫോഴ്സ്. ആദ്യത്തെ ഫോഴ്സുമായിട്ട് രണ്ടാമതൊരു ഫോഴ്സ് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാനാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, വാല്യൂ മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫോഴ്സ്. ആദ്യത്തെ ഫോഴ്സ് എക്സ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് 12 ന്യൂട്ടൺ ആണ്. ഇനി അതിനോട് 30 ഡിഗ്രി ആംഗിളിലാണ് രണ്ടാമത്തെ ഫോഴ്സ് ഇരിക്കുന്നത്. ആ രണ്ടാമത്തെ ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ്. ഈ 20 ന്യൂട്ടൺ വരക്കുമ്പോൾ കുറച്ചുകൂടി നീളത്തിൽ വരക്കണം. ഞാൻ ഇവിടെ വരച്ചു പോയത് കൊണ്ടാണ് ഞാൻ ഈ ചെറിയ നീളത്തിൽ ഇതിനെ വരച്ചത് കേട്ടോ. 20 ന്യൂട്ടൺ ആംഗിൾ 30 ഡിഗ്രിയിൽ. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇവരുടെ രണ്ടാളുടെയും റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണണം. എന്തായിരിക്കും ഇവരുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും? റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വരിക? നമ്മളുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്തിനുള്ള ഇക്വേഷൻ ആയിരുന്നു? p² പ്ലസ് q² പ്ലസ് 2pq കോസ് തീറ്റ. ഇതിൽ പി ഏതാണ്? പി എന്ന് പറയുന്നത് 12 ന്യൂട്ടൺ ആണ്. ക്യൂ ആരാണ്? ക്യൂ 20 ന്യൂട്ടൺ ആണ്. തീറ്റ ആരാണ്? തീറ്റ 30 ഡിഗ്രിയാണ്. ഇതൊക്കെ നമ്മുടെ ഇക്വേഷനിൽ കൊണ്ടുകൊടുത്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. p² എന്നുള്ളതിന് പകരം നമുക്ക് 12ന്റെ സ്ക്വയർ എഴുതാം. 12² പ്ലസ് q² എന്ന് പറയുമ്പോൾ 20യുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 12 ഇൻറ്റു 20 ഇൻറ്റു കോസ് 30. ഇതെല്ലാം കൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, ഇനി അത് ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് എഴുതുന്നില്ല, നമുക്ക് കിട്ടുന്ന വാല്യൂ മാത്രം എഴുതാം. കിട്ടുന്ന വാല്യൂ മാത്രം എഴുതിയാൽ മതി. ഫൈനലായിട്ട് കിട്ടുന്ന വാല്യൂ, സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള വാല്യൂ മാത്രമേ എഴുതുന്നുള്ളൂ. സ്ക്വയർ റൂട്ടിനകത്ത് 959.6 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് 30.9 ആണ് കിട്ടുന്നത്. 30.9 ന്യൂട്ടൺ എന്നാണ് വരിക. ഇപ്പോൾ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിന്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക? ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൽഫ എന്ന വാല്യൂ ആണ്. ആൽഫ കണ്ടുപിടിക്കലാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ. എന്താണ് ആൽഫ? ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇക്വേഷൻ എന്തായിരുന്നു? ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇതിൻ്റെ വാല്യൂസ് മാത്രം എഴുതി നോക്കാം നമുക്ക്. ടാൻ ഇൻവേഴ്സ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് 20 ആണ് അല്ലേ. 20 ഇൻറ്റു സൈൻ 30 ഡിവൈഡഡ് ബൈ പി എന്ന് പറയുന്നത് 12 ആണ്. 12 പ്ലസ് 20 ഇൻറ്റു കോസ് 30. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? ടാൻ ഇൻവേഴ്സ് ഓഫ്, മേലെയുള്ളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ചെയ്ത് അവസാനത്തെ റിസൾട്ട് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. ഈ ബ്രാക്കറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത് 0.34 എന്നാണ്. ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. 18.8 എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. ടാൻ ഇൻവേഴ്സ് ഓഫ് 0.34 എന്ന് പറയുമ്പോൾ 18.8 ആണ് നമുക്ക് ഇവിടെ ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ അതാണ് ആൽഫ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? എ കപ്പിൾ 100 ന്യൂട്ടൺ മീറ്റർ ആക്ട്സ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് എ മോട്ടോർ ആൻഡ് റൊട്ടേറ്റ്സ് ഇറ്റ്സ് അറ്റ് എ സ്പീഡ് ഓഫ് 10 revolutions per second. 10 revolutions per second. കാൽക്കുലേറ്റ് ദ പവർ ഡെവലപ്ഡ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല നമുക്ക്, എന്നാലും നോക്കാം. കപ്പിള് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് മൊമെന്റ് ഓഫ് ദി കപ്പിളാണ്. ആ മൊമെന്റ് ഓഫ് ദി കപ്പിൾ എന്ന് പറയുമ്പോൾ 100 ന്യൂട്ടൺ മീറ്റർ ആണ്. ആക്ട്സ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് എ മോട്ടോർ ആൻഡ് റൊട്ടേറ്റ് ഇറ്റ് അറ്റ് എ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പിന്നെ തന്നിട്ടുള്ളത് സ്പീഡാണ്. അപ്പോൾ നമ്മൾ സ്പീഡ് എഴുതും. എന്താണ് സ്പീഡ് തന്നിട്ടുള്ളത്? 10 revolutions per second എന്നാണ് സ്പീഡ് തന്നിട്ടുള്ളത്. ഈ revolutions per secondലാണ് സ്പീഡ് തന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഇത് n ആണ്. അല്ല എങ്കിൽ നമുക്കതിനെ n എന്ന് എഴുതാൻ പറ്റൂലായിരുന്നു. RPM-ലാണ് തന്നതെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡഡ് ബൈ 60 അടിച്ചിട്ട് RPS-ലേക്ക് revolutions per second-ലേക്ക് മാറ്റേണ്ടി വന്നേനെ. ഇത് നമുക്കിവിടെ കാണാനുള്ളത് പവറാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പവറിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പവറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2πNC ആണ്. ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി അല്ലേ. 2π ഇൻറ്റു n എന്ന് പറയുന്നത് 10 ആണ്, ഇൻറ്റു കപ്പിൾ എന്ന് പറയുന്നത് 100 ആണ്. ഇത് കാൽക്കുലേറ്ററിൽ നേരിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കിട്ടും, വാല്യൂ കിട്ടുന്നത് 6283.18 എന്നാണ്. 6283.18 വാട്ട്. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്, അതുകൊണ്ട് വാട്ട്. ഓക്കെ ആണോ? ഇതോടുകൂടിയിട്ട് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റഡ്. ഇത് ഫസ്റ്റ് മൊഡ്യൂളിനെ പോലെയല്ല. ഫസ്റ്റ് മൊഡ്യൂളിലെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അധികം ഡെറിവേഷൻസ് വരുന്നതും കുറച്ച് ടഫുള്ളതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഒരൊറ്റ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ പോലും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല. എല്ലാം നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സകല ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. നമുക്കത് എക്സാമിന് മുമ്പായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് മുമ്പായിട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെക്കൻഡ് മൊഡ്യൂള് ഈ മൊത്തം മൊഡ്യൂളുകളുടെ ഇടയിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ്. ഫസ്റ്റ് സെമ്മിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള. അതിൽ വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ. ചില ലോസ് പഠിച്ചു വെക്കാനുണ്ട്. പിന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ ക്ലാസ്സിൽ പറയാറുള്ളതാണ്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നും ഓർത്തു വെക്കാതെ തന്നെ ജിയോമെട്രിയുടെ ഐഡിയകൾ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ആൻസർ ചെയ്യാൻ പറ്റും. ജിയോമെട്രിയുടെ ഐഡിയകൾ ഉപയോഗിച്ച്, അതായത് ആംഗിളിൻ്റെ ഐഡിയ, പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്യുന്ന ആംഗിൾ ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകൾ, അതേപോലെയുള്ള ചില സിമ്പിളായിട്ടുള്ള ഐഡിയകൾ ഉണ്ടല്ലോ. പൈതഗോറസ് തിയറം, സൈൻ തീറ്റ, കോസ് തീറ്റ, ഇതേപോലെയുള്ള സിമ്പിൾ മാത്തമാറ്റിക്കൽ ഐഡിയകൾ ഉപയോഗിച്ചിട്ട് തന്നെ ഇവിടെ നമുക്കതിൻ്റെ ആൻസർ, വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് മൊഡ്യൂളാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്. നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പറ്റുന്ന, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾ മാറണം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കംപ്ലീറ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.